അത് നമ്മൾ മീഡിയയ്ക്ക് ഇപ്പം പരിചയപ്പെടുത്തുകയാണ്. പുതിയ ഒരു നായകനും നായികയും നമ്മൾ മലയാള സിനിമയിലേക്ക്, ഒരുപക്ഷെ സൗത്ത് ഇന്ത്യൻ സിനിമയിലേക്ക് തന്നെ അവർ വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ നായകനായിട്ട് അവതരിപ്പിച്ച് നമ്മൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലായി. ഞങ്ങളൊക്കെ അതിന്റെ പ്രിവ്യൂ കണ്ടു. അത് ഇന്ന് മലയാളത്തില് ഒരു നായകൻ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിൽ മെയ്വഴക്കത്തോടു കൂടിയാണ് ഫൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല കാലിബറുള്ള ഒരു പുതുമുഖ നായകനെ ഞങ്ങൾ ആലപ്പി അഷ്റഫ് അവതരിപ്പിക്കുകയാണ് മലയാള സിനിമയിലേക്ക്. പലരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും അങ്ങനെ ആയിത്തീരട്ടെ എന്ന്, നല്ല രീതിയിൽ ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ശ്രീ നിഹ, പ്ലീസ്. അതുപോലെ ഒരു വളരെ ടാലന്റുള്ള ഒരു കുട്ടിയെ ഓഡിഷനിലൂടെ കണ്ടെത്തിയതാണ് ഇതിലെ നായിക. നല്ല കഴിവുണ്ട്, അത് നമുക്ക് സിനിമയിലും കാണാം. അതിലുപരിയായിട്ട് വേറെ കാലിബറുള്ള ഒരു കുട്ടിയാണ്. നമ്മുടെ ഈ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന ഈ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് പരിചയപ്പെടുത്തുന്ന പുതുമുഖ നായിക ഗോപിക, പ്ലീസ്. സീനിയർ 3 തലമുറകൾക്ക് വേണ്ടി ആയിട്ട് സഹകരിച്ച സിനിമ എടുത്തിട്ടുള്ള ആളാണ്. എൻ്റെ ആദ്യ 3 പടങ്ങൾ പ്രേമനസീറായിരുന്നു നായകൻ. ഞാൻ ഒരു മാടപ്രാവൻ, വനിതാ പോലീസ്, മുഖ്യമന്ത്രി എന്ന ചിത്രങ്ങൾ. അതിനുശേഷം മമ്മൂട്ടി വെച്ച് പടം എടുത്തിട്ടുണ്ട്, മോഹൻലാലിനെ വെച്ച് പടം എടുത്തിട്ടുണ്ട്, സുരേഷ് ഗോപി വെച്ച് എടുത്തിട്ടുണ്ട്, മുകേഷ്, അങ്ങനെ ശ്രീനിവാസൻ, എല്ലാവരുടെയും വെച്ച് ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്ന പടം, ഞാൻ സിനിമ ചെയ്യുമ്പോൾ അന്ന് ജനിച്ചിട്ടില്ലാത്ത ആ കുട്ടികളെ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു പുതിയ പടം ചെയ്യുകയാണ്. അതിൽ ഒരുപാട് അവസരങ്ങൾ, ഇപ്പം പാട്ട് എഴുത്തുകാരന് അവസരം, കഥ എഴുത്തുകാരന് അവസരം, പുതിയ ക്യാമറാമാൻ, പുതിയ ആർട്ട് ഡയറക്ടർ, പുതിയ ഹീറോ, പുതിയ ഹീറോയിൻ, എല്ലാം ഞാൻ മാക്സിമം പുതിയ ആൾക്കാരെ അവരെ ഉപയോഗിച്ച് എങ്ങനെ ഭംഗിയാക്കാം, അങ്ങനത്തെ ഒരു രീതിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് തന്നെ പുതുമുഖങ്ങളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനി തുടർന്നും ഞാൻ അത് തന്നെ ചെയ്യുമെന്ന്, അങ്ങനെ പുതുമുഖ പ്രതിഭകളെ കണ്ടെത്തി മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ എല്ലാവർക്കും അവസരം ഉണ്ടാക്കി കൊടുത്ത് കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം ഇനിയുള്ള എൻ്റെ കാലത്തിലേക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കണം. അങ്ങനെ നമ്മുടെ ഓഡിയോ നമ്മൾ ഔദ്യോഗികമായി അനൗൺസ് ചെയ്യുകയാണ്. ഓഡിയോ ലോഞ്ച് ഭംഗിയായി ഇതിനോട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇവർ രണ്ടുപേരുടെ അഭിനയം അത് പ്രതീക്ഷ നൽകുന്ന അഭിനയമാണ്. നാളത്തെ താരങ്ങളായിട്ട് ഈ സമൂഹം ഇവരെ ഏറ്റെടുക്കും എന്നാണ് അത് കണ്ടപ്പോൾ തോന്നിയത്. വളരെ മനോഹരമായിട്ട് ആ പഴയ കാല പശ്ചാത്തലത്തില് സുന്ദരമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഗുരുനാഥനായി കാണുന്ന ഒരു വ്യക്തിയുണ്ട് ശശികുമാറിൻ്റെ. അദ്ദേഹത്തിനോട് ആദ്യം നന്ദി പറയുന്നു. പിന്നെ അതിലൂടെ കാസ്റ്റിംഗ് കോൾ കണ്ടാണ് ഞാൻ അശോക് സാറിൻ്റെ സിനിമയുടെ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടാണ് ഓഡിഷൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ ലക്ക് കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും സെലക്റ്റായി. അശോക് സാർ കുറേ ഇൻസ്ട്രക്ട് ചെയ്തു. കൂടുതലും ഒരു ഷൂട്ടിങ്ങിനപ്പുറം ഒരു നല്ല ട്രെയിനിങ് സെഷനായിരുന്നു ഞങ്ങളുടെ ഷൂട്ടിംഗ് ആ ഒരു ഷെഡ്യൂളിൽ. അപ്പോൾ ഒരു ബിഗിനേഴ്സ് എന്ന നിലയിൽ കൺസെഷൻ തന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ നല്ല ആക്ടർ എങ്ങനെയാണെന്നുള്ള നല്ലൊരു ടീച്ചിങ് കൂടെ സാർ തന്നിട്ടുണ്ട്. സോ ഞാനാണ് ഈ സിനിമയിൽ നായകവേഷം ചെയ്തിട്ടുള്ളത്.
പിന്നെ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അഷ്റഫ് ഖാൻ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ മൂവി എന്ന് പറയുമ്പോൾ ഒരു പക്ക വിൻറ്റേജ് ടൈപ്പ് സ്റ്റൈൽ മൂവിയാണ്. അടിപൊളി. അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. അതെ 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 കണ്ടവർക്കെല്ലാം അങ്ങനെ തോന്നിയില്ലേ? നമ്മളൊക്കെ വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോയി. അഷ്റഫ് സാർ, ഇത് കണ്ടപ്പോ സാറിന്റെ കണ്ണ് നിറഞ്ഞു അല്ലേ? സാർ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിലേക്ക് സിനിമ ലൊക്കേഷനിലേക്ക് ചെന്നതാണ്. സാർ ആ സിനിമ ചെയ്ത സമയത്ത് എന്തായിരുന്നു ഇപ്പൊ ഞങ്ങളോടൊന്ന് സാറിന്റെ മനസ്സിൽ അന്നാ രംഗം ചിത്രീകരിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ? മോഹൻലാലിനെ ആ രംഗത്തിലേക്ക് കൊണ്ടുവന്ന് ആ കഥാപാത്രമായി മാറിയത്, ആ രംഗം ചിത്രീകരിച്ച സമയമൊക്കെ മനസ്സിലുണ്ടല്ലോ. അത് നമ്മുടെ ഈ പ്രേക്ഷകർക്ക് അതിന്റെ ആ അനുഭവം ഒന്ന് കേൾക്കാൻ ഒരു താല്പര്യവും. ഈ പാട്ട് അന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴേ ഹിറ്റാവുമെന്നറിയാം. കാരണം ഇത് പാടി പൂർത്തീകരിച്ച ശേഷം ജാനകി അമ്മ അന്ന് എല്ലാം അവർക്ക് നമ്മൾ പേയ്മെന്റ് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. പേയ്മെന്റ് എല്ലാം കൊടുത്തു. ഞാനായിരുന്നു അന്നിരുന്ന് എല്ലാം ചെയ്തിരുന്നു. പ്രൊഡക്ഷൻ കൺട്രോളൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം കൊടുത്ത് ജാനകി അമ്മ വെളിയിലേക്ക് വരാൻ നേരത്ത് ഓക്കെ ചെയ്ത് പോയ ശേഷം പോകാൻ നേരത്ത് അവർക്ക് ഒന്നുകൂടെ കേൾക്കണം തോന്നി. ഈ പാട്ട് ഒരു പ്രാവശ്യം കൂടെ അവരെ കേൾപ്പിച്ചു. അന്നത്തെ ആ സൗണ്ട് എഞ്ചിനീയർ അവർ പറയില്ല, ഫീലിംഗ് കുറച്ചുകൂടെ കൂടുതൽ, എനിക്ക് ഒന്നുകൂടെ എടുക്കണമെന്ന് പറഞ്ഞു. വീണ്ടും അതെടുത്തു. അപ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ ആ മോഹഭംഗ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് അതിനെ അങ്ങ് വികാരം കൂട്ടി, ആ വിഷമമൊക്കെ അങ്ങ് കൂട്ടി അതങ്ങ് എടുത്തു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഓക്കെ ചെയ്താൽ മ്യൂസിക് ഡയറക്ടർ ഓക്കെ ചെയ്തിട്ട് ഗായിക ഒന്നുകൂടെ പാടുകയായിരുന്നു. അതുപോലെ തന്നെ യേശുദാസ് ആ പാട്ട് പാടുമ്പോൾ രണ്ടാമത്തെ ഈ പാട്ടിൽ ഈ ജാനകിയമ്മ പാടിയ ശേഷം വന്ന് യേശുദാസ് പാടുന്നൊരു ഭാഗമുണ്ട്, മോഹഭംഗ മനസ്സിലെ ശാപം. അപ്പം എൻ്റെ കണ്ണൂർ പ്രായം മാസ്റ്റർ പറഞ്ഞു അത് വേറൊരു പാട്ടാണ്, ആ പാട്ടിന് പ്രത്യേക പേയ്മെന്റ് വേറെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനത് കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം ആ പാട്ട് ഈ പാട്ടോട്ട് വ്യത്യാസമുണ്ട്. ആദ്യം ഇതിന്റെ ഡുവൈറ്റ് പാടുന്നുണ്ട്. ദാസേട്ടൻ അതിങ്ങനെ ജാനകിയമ്മ പാടിക്കഴിഞ്ഞാൽ പാട്ട് കേട്ടിങ്ങനെ കേട്ട് കഴിഞ്ഞ ഒരു എടുപ്പെടുത്ത് ഞെട്ടിപ്പോയി. ആ മോഹഭംഗ മനസ്സിലെന്നുള്ള അദ്ദേഹത്തിന്റെ എല്ലാം ഭയങ്കര ഇതോടുകൂടി അദ്ദേഹം ആ ഭാഗങ്ങൾ പാടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ രോമാഞ്ചം ഉണ്ടായിപ്പോൾ എനിക്കൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാട്ട് പാടി തിരിച്ചു വരുന്ന വഴി ഞാൻ ആ പേയ്മെന്റ് കൊടുക്കാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു, മോനെ എനിക്ക് കാശ് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പൈസയും വാങ്ങിയില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഈ പാട്ടെടുക്കുമ്പോൾ തന്നെ തോന്നി. അപ്പോൾ ഈ പാട്ട് ദാസേട്ടനും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ജാനകിയമ്മയ്ക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നും ടോപ്പ് 10 യൂട്യൂബിൽ ആ പാട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നുള്ള വിവരമാണ്.